നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കുകയും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വേദഭാഗം നമുക്ക് ഒരുമിച്ച് വായിക്കുകയും ചെയ്യാം. നമ്മളിന്ന് ഒരുമിച്ച് വായിച്ചതാകുന്ന തിരുവചന ഭാഗം ഒരു പക്ഷേ വളരെ പ്രസിദ്ധമായിരിക്കുന്ന പല വിശ്വാസികളല്ലാത്ത അവിശ്വാസികളായും നിരീശ്വരവാദികൾ പോലും പല സന്ദർഭങ്ങളിൽ ഉദ്ധരിക്കുന്ന യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമെന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഇന്ന് വായിച്ച ഈ വേദഭാഗം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഈ വേദഭാഗത്തു നിന്ന് തുടർന്ന് ചിന്തിപ്പാനായി താല്പര്യപ്പെടുകയാണ്. നമ്മൾ ഇന്ന് വായിച്ചതാകുന്ന വിശേഷിച്ച് ആ 3 മുതൽ 10 വരെയുള്ള വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ ആ 3 മുതൽ 12 വരെയുള്ളതാകുന്ന വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പൊതുവെ ആ തിരുവചന ഭാഗത്തെ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന ഒരു പദം കൊണ്ടാണ് അറിയപ്പെടുന്നത്. അത് ഒരു ലത്തീൻ പദത്തിൽ നിന്നും ബിയാത്തൂസ് എന്ന ഒരു പദത്തിൻ്റെ ഇംഗ്ലീഷ് ഫോമാണ് ബിയാറ്റിറ്റ്യൂഡ്. ഒന്നുകൂടെ പറഞ്ഞാൽ, വാസ്തവത്തിൽ ധന്യരാണ് ആരാണ്? ഹൂ ഈസ് എ ബ്ലെസ്സഡ് പേഴ്സൺ according to our Lord Jesus Christ. When you know, as per the teachings of our Lord, who really is a blessed person, I want to be that blessed person, and you want to be that blessed person. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ്, the Son of God, ദൈവപുത്രനാകുന്ന യേശു കർത്താവ് ബ്ലെസ്സഡ് പേഴ്സൺ എന്ന് വിളിക്കുന്നത് ആരെയാണ്? Once we know that, we want to be that blessed person. കർത്താവ് ആരെ ഭാഗ്യവാൻ, മലയാളം വേദപുസ്തകത്തിൽ ഭാഗ്യവാൻ എന്ന തർജ്ജമ, അതിനെക്കുറിച്ച് ഞാൻ പറയാം. എന്നാൽ അത് അത്ര കൃത്യമല്ല. ഒന്നുകൂടെ കൃത്യമാകുന്ന പരിഭാഷ ധന്യൻ എന്നുള്ള പദമാണ്. അതിന് കാരണം ഞാൻ പറയാം ഇൻ എ മൊമെന്റ്സ് ടൈം. ഇവിടെ യേശു കർത്താവ് പറയുന്നത്, ജീസസ് സ്പീക്സ് അബൌട്ട് 8 attitudes that should be present in the life of everyone who claims to follow the Lord Jesus Christ. This is unmistakable, unambiguous teachings of our Lord. ആശയക്കുഴപ്പമില്ലാത്ത, ആർക്കും മനസ്സിലാകുന്ന, എന്നാൽ കൂടുതൽ പേർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ലാത്ത ഒരു വേദഭാഗമാണ് ദൈവപുത്രൻ ഇവിടെ നമ്മോട് പറയുന്ന ഈ 8 മനോഭാവങ്ങൾ ഒരു ക്രിസ്തു ശിഷ്യനിൽ, ഒരു ക്രിസ്ത്യാനിയിൽ, ഒരു ഡിസൈപ്പിളിൽ നിശ്ചയമായിട്ടും, അല്ലെങ്കിൽ every person who claims, who profess to be a disciple of Christ, that every person who claims to follow Jesus, these attitudes
should mark every disciple. ഓരോ ശിഷ്യനെയും അടയാളപ്പെടുത്തുന്ന, a disciple is marked. He is, ആ വ്യക്തിയെ, ഒരു ഡിസൈപ്പിളിനെ അടയാളപ്പെടുത്തുന്ന 8 ആറ്റിറ്റ്യൂഡ്സ്. ഒരു ലേഖകൻ, ഒരു എഴുത്തുകാരൻ അതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ, എനിക്കത് വളരെ മനോഹരമായിട്ട് തോന്നി. അദ്ദേഹം പറയുന്നത്, ബ്യൂട്ടിഫുൾ ആറ്റിറ്റ്യൂഡ്സ് that should mark true followers of Jesus. യേശുവിൻ്റെ യഥാർത്ഥ അനുഗാമികളെ അടയാളപ്പെടുത്തുന്ന മനോഹരമായ മനോഭാവം, ബ്യൂട്ടിഫുൾ ആറ്റിറ്റ്യൂഡ്സ്. ഈ വേദഭാഗം നമ്മൾ ഇന്ന്, ഞാനൊരു ഇൻട്രൊഡക്ഷൻ മാത്രം നൽകാനാണ് താല്പര്യപ്പെടുന്നത്. നെക്സ്റ്റ് വീക്ക് ഗോഡ് വില്ലിങ് നമ്മൾ അതിൻ്റെ 3-ാമത്തെ വാക്യം ധ്യാനിക്കും. എന്നാൽ ഇന്ന് നാം പൊതുവായിട്ട് ആ വേദഭാഗത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ നൽകുവാനായിട്ട്, ഒരു മുഖവുര പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു അവസ്ഥയെ, അല്ലെങ്കിൽ ഈ ബ്ലെസ്സഡ് സ്റ്റേറ്റ് ഓഫ് എ ബിലീവർ, ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ധന്യമാകുന്ന അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ, ഞാൻ ഈ പറയുന്ന പദം കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. ഈ ഒരു പദമാണ് വേദപുസ്തകത്തിൽ 1-2 പദങ്ങളുണ്ട്. അതിൽ പുതിയ നിയമത്തിൽ ഉടനീളം കാണുന്ന ഒരു പദം മക്കാരിയോസ് എന്ന ഗ്രീക്ക് പദമാണ്. ഈ പദം നമ്മോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രമല്ല, ദൈവത്തോടുള്ള ബന്ധത്തിലും ഇതേ പദം ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് മലയാളത്തിലുള്ള ഭാഗ്യവാൻ എന്ന പദം കൃത്യമാകുന്ന ആശയം നൽകുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതിൻ്റെ കാരണം, ഒറിജിനൽ ലാംഗ്വേജിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദവും ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദവും ഒരേ പദം തന്നെ. ഞാൻ ആ വേദഭാഗം നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. അതുകൊണ്ട് തന്നെ ഈ വേദഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചില ട്രാൻസ്ലേഷൻസിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പരിഭാഷകളിൽ, ഹാപ്പി എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഹിന്ദിയിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കൃത്യമാണ്. ധന്യഹേ അല്ലേ, ധന്യഹേ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആരാണ് ധന്യൻ? ഹാപ്പി ആയിരിക്കുന്നയാളാണോ ധന്യൻ? പക്ഷെങ്കിൽ ധന്യനായിരിക്കുന്ന ഒരാൾ, he will be, a blessed person will be profoundly happy, but that blessedness cannot be reduced to mere happiness. ധന്യനായിരിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ, അവൻ സന്തോഷമുള്ളവനാ, ജോയ് ഉള്ളവനാ. പക്ഷെങ്കിൽ അവൻ്റെ സന്തോഷം സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള സന്തോഷമല്ല. അതുകൊണ്ടാണ് ധന്യനാകുന്ന ഒരു മനുഷ്യൻ തടവിൽ കിടക്കുമ്പോൾ എഴുതുന്ന എഴുത്തിൽ കർത്താവിൽ സന്തോഷിപ്പീനെന്ന് ഞാൻ പിന്നെയും പറയുന്നു എന്ന് പറയുവാൻ ഇടയാകുന്നത്. ബിക്കോസ്
this blessedness is beyond every circumstance. ഈ ധന്യത, ഈ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ നമ്മുടെ സകല ചിന്തകൾക്കും അതീതമാണ്. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഇതേ പദം പുതിയ നിയമത്തിൽ പല സ്ഥലങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന ആ ബ്ലെസ്സഡ്, മലയാളം വേദപുസ്തകത്തിൽ ഭാഗ്യവാൻ എന്ന് തർജ്ജിമ ചെയ്തിരിക്കുന്ന, സത്യത്തിൽ ധന്യൻ എന്ന യഥാർത്ഥത്തിലുള്ള ആ പദം ഉപയോഗിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ വളരെ പെട്ടെന്ന് അത് വിശദീകരിക്കാം. 1 തിമോത്തിയോസ് 1:11, 6:15, 1 Timothy chapter 1 and verse 11. ധന്യനായ ദൈവത്തിൻ്റെ, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിച്ചേ, ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഗോസ്പൽ ഓഫ് ദ ബ്ലെസ്സഡ് ഗോഡ്. ബ്ലെസ്സഡ് ഗോഡ്. ഗിരിപ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്ന അതേ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലെസ്സഡ്. ബ്ലെസ്സഡ് are the poor in spirit. Blessed. ഇവിടെ ദൈവത്തെ കുറിക്കാൻ പറഞ്ഞിരിക്കുന്ന ആ കാര്യവും the blessed God. So the term is one and the same. Makarios. Makarios. ഈ വേദഭാഗത്തും മത്തായി സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലെസ്സഡ് അല്ലെങ്കിൽ ഭാഗ്യവാൻ എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പദവും ഒരേ പദം തന്നെയാണ്. ആകട്ടെ, ഒരു വാക്യം കൂടെ വായിക്കാം. 1 Timothy 6:15. ധന്യനായ ഏകാധിപതിയും. ധന്യനായ ഏകാധിപതിയും. ബ്ലെസ്സഡ്. ശ്രദ്ധിച്ചേ, he who is the blessed and only Savior. അപ്പോൾ യേശു കർത്താവ് നമ്മോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു ശിഷ്യനോടുള്ള ബന്ധത്തിൽ ബ്ലെസ്സഡ് എന്ന് പറഞ്ഞിരിക്കുന്ന അതേ പദം തന്നെയാണ് ധന്യനായ ഏകാധിപതി അല്ലെങ്കിൽ ധന്യനായ ദൈവം. ഒരു പദം തന്നെ. അതാ ഞാൻ പറഞ്ഞത്, മലയാളം വേദപുസ്തകത്തിൽ ഭാഗ്യവാൻ എന്നുള്ളതിന് ധന്യൻ എന്ന് വായിക്കാൻ കഴിയുമെങ്കിൽ അതാ കൃത്യമായ പദം. ഓക്കെ, ഞാൻ ആ ടെക്സ്റ്റിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതല്ല നമ്മുടെ വിഷയം. എന്നാൽ ഈ ബ്ലെസ്സഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഒന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ വേദഭാഗം ഉപയോഗിക്കുവാനായി താല്പര്യപ്പെട്ടത്. ഇവിടെ ദൈവത്തോടുള്ള ബന്ധത്തിലും നമ്മോടുള്ള ബന്ധത്തിലും ഒരേ പദം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അടിസ്ഥാനപരമാകുന്ന അർത്ഥം അപ്രൂവ്ഡ് എന്നതാണ്. അംഗീകരിക്കപ്പെടുക. അംഗീകരിക്കപ്പെടുക. അതായത് ബ്ലെസ്സഡ് ആർ ദ പൂവർ ഇൻ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത് because that person is poor
in his spirit, he is approved by God. And therefore, God is pleased to give him a reward. നമ്മൾ മനസ്സിലാക്കണം, because God approves him. So don't forget, blessed means approved or to find approval. അംഗീകരിക്കപ്പെടുക അല്ലെങ്കിൽ അംഗീകരണം, ആ ഒരു പ്രിവിലേജ് ലഭിക്കുക. ദൈവം ഒരുവനെ അംഗീകരിക്കുന്നു. ഓക്കെ. എന്നാൽ മനുഷ്യനെ ദൈവം അംഗീകരിക്കുന്നു. മക്കാരിയോസ്, ബ്ലെസ്സഡ് എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ കാരുണ്യത്തെ കുറിക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഗോഡ് ഷോസ് ഹിസ് ഫേവർ ടു മീ, ഹി ബ്ലെസ്സസ് മീ. ദാറ്റ്സ് ദ മീനിങ്. ദൈവം തൻ്റെ ഫേവർ എന്നോട് കാണിക്കുന്നത് കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു. Whereas when I bless God, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ധന്യനെന്ന് പറയുമ്പോൾ, അത് ദൈവത്തെ ഞാൻ അപ്രൂവ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ തന്നെ ദൈവത്തോട് ഏതാണ്ട് ഫേവർ കാണിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ ദൈവം സ്തുതിക്കും, സ്തോത്രത്തിനും, പുകഴ്ചയ്ക്കും, ബഹുമാനത്തിനും യോഗ്യനായതുകൊണ്ട് ആ ദൈവത്തെ, ആ യോഗ്യനായ ദൈവത്തെ ഞാൻ അപ്രൂവ് ചെയ്യുകയാണ്. എന്നാൽ ദൈവം എന്നെ അപ്രൂവ് ചെയ്യുമ്പോൾ എനിക്ക് യോഗ്യതയില്ലാത്ത അവസ്ഥയിൽ എന്നോട് കാരുണ്യം കാണിക്കുന്ന അപ്രൂവലാണ് when God blesses me. അപ്പോൾ ആ വാക്ക് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ദൈവം അനുഗ്രഹിക്കുന്നു. God blesses me. എബ്രായ ലേഖനം 7:7 ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ലല്ലോ. So, since God is the Lord of the universe, there can be no blessing than to be approved by God. ദൈവത്തിൻ്റെ അപ്രൂവൽ ലഭിക്കുന്നതിനേക്കാളും ഒരു വലിയ അനുഗ്രഹം ഈ ഭൂമിയിലില്ല. കാരണം ദൈവം സകലത്തിൻ്റെയും ഉടയവനാണ്. അപ്പോൾ നാം ആരുടെ അപ്രൂവലാണ് അന്വേഷിക്കുന്നത്? അതാ വിഷയം. Whose blessing, whose approval are we seeking? മനുഷ്യരുടെ അപ്രൂവലാണ്. പലർക്കും മനുഷ്യരുടെ അപ്രൂവലാ വലിയ കാര്യം. പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ അപ്രൂവൽ സീക്ക് ചെയ്യുന്ന ഫേസ്ബുക്ക് കുറെ നാൾ അടച്ചു വെക്കുക. Why do you want to seek the approval of mere men who are here today and gone tomorrow? Rather, seek the approval of the eternal God. Why do we go after that? ആ സമയം പലപ്പോഴും
നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവം ഗോഡ് blesses his people, no doubt about that. Please forgive me for being blunt and very down to earth. Please forgive me. ഈ നമ്മൾ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്, ദൈവം നമുക്ക് തരുന്ന എല്ലാ കാര്യങ്ങളും സന്തോഷിച്ചു. എന്തിനാ ഇത് നമ്മൾ മാലോകരെ അറിയിച്ച്? ഒന്നുകിൽ നമ്മൾ പലരുടെ അസൂയ ജനിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ പലരെയും ഇല്ലാത്തവരെ നമ്മൾ അപമാനിക്കുക. ഇറ്റ് ഈസ് as black and white as that. Either you invite envy or ഇനി പറയാൻ പോകുന്നത് എന്നോട് ക്ഷമിക്കണേ. ഗുഡ് ദൈവം തരുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ഇഫ് ഗോഡ് ഗിവ്സ് യു ഇൻ യുവർ ഫാമിലി ലൈഫ് എ ചൈൽഡ്, ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ബട്ട് ദർ ആർ many a couple who really long for a baby and they are not thus blessed, and you publish every photograph you can conceive of. ഞാൻ ബാക്കി പറയുന്നില്ല ഏതൊക്കെ ഫോട്ടോഗ്രാഫാണ് ഇടുന്നതെന്ന്. ഇവിടെ ആരെങ്കിലും നേരത്തെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തേയില്ല. ഇതാരുമായിട്ടെങ്കിലും ഒരു എന്താ മരിച്ചുപോയവരോ ജീവിച്ചിരിക്കുന്നവരുമായിട്ടോ ബന്ധം തോന്നുന്നെങ്കിൽ അത് മനഃപൂർവ്വമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദിസ് ഈസ് എ കോമൺ ട്രെൻഡ്. Why do you want to seek applause? ലോകത്തിന്റെ കയ്യടിയാണോ വലിയ കാര്യം? It ought not to be for a child of God. എന്തിനാ ഇതൊക്കെ വിളമ്പുന്നത്? വെൽ ആൻഡ് ഗുഡ്. ദൈവം നമുക്ക് നമ്മുടെ പ്രശംസ നമ്മിൽ തന്നെ അടക്കി വെക്കാനാ പൗലോസ് പറയുന്നത്. ഈ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇതെടുത്തൊന്ന് വായിക്ക്, മുട്ടിന്മേലിരുന്ന്. ഗോഡ് വിൽ സ്പീക്ക് ടു യു. പലരും പറയുന്ന മനസ്സിലാകുന്നില്ലെന്നാ. മനസ്സിലാകാത്തതിന്റെ കാര്യം എന്താ? മനസ്സിലാകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാ. നോട്ട് ബിക്കോസ് നമ്മുടെ IQ ലെവൽ താണിട്ടൊന്നും അല്ലിത്. ആണോ? പൈആർ സ്ക്വയറും അതും ഇതുമൊക്കെ ഇതിനകത്ത് കുത്തി നിറയ്ക്കാനും കുഞ്ഞുങ്ങളുടെ തല ഇടിച്ചു കയറ്റാനും എന്തോ ഒരു സാമർഥ്യമാ. ആ സാമർഥ്യം എന്താ? പുസ്തകം വായിക്കുമ്പോ ഇല്ലാത്തത്. വൈ? നിങ്ങൾ ചിന്തിക്കും, കൊള്ളാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും പറയുന്ന പോലെ I don't seek approval of men. I don't want to. എനിക്ക് ആരുടെ അപ്രൂവലിൻ്റെ ആവശ്യം? അപ്രൂവൽ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തോന്നിയ പോലെ ആരാ അതല്ല ഞാൻ പറഞ്ഞത്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. When it comes to the exposition of God's word, എനിക്ക് മനുഷ്യൻ്റെ അപ്രൂവൽ അല്ല വിഷയം. നമ്മളാരും മനുഷ്യൻ്റെ അപ്രൂവൽ അല്ല അത് നാം അന്വേഷിക്കേണ്ടത്. Let us come back to the word. So, മനുഷ്യൻ്റെ കയ്യടിയാകരുത്. മിക്കവാറും നിങ്ങളൊക്കെ എന്നെ അൺഫ്രണ്ട് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. സ്വത്രം കുഴപ്പമില്ല. നോ പ്രോബ്ലം. അറ്റ്ലീസ്റ്റ് ഞാനത് അറിയുന്നില്ലല്ലോ. പ്ലീസ്, ദൈവമക്കൾ അങ്ങനെ ആകരുത്. ഞാനിതൊരു കൊച്ചു കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. നമുക്കിതൊക്കെയാണോ വലിയ കാര്യം? ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ നമ്മൾ അസൂയ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പലരെ നമ്മൾ കുത്തി മുറിവേൽപ്പിക്കുക. സത്യത്തിൽ
ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ? എനിവേ, it is God's approval that matters in eternity. What the Son of God says here, it will speak to us very deeply. ദൈവപുത്രൻ പറയുന്ന ഈ കാര്യങ്ങൾ നമ്മളെ ആഴമായിട്ട് സ്പർശിക്കും. 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് അവിടെയുണ്ട്. ഒന്ന്, ഈച്ച് ബിയാറ്റിറ്റ്യൂഡ് ഹാസ് 3 components to it. ആ ഓരോ ഭാഗ്യവർണ്ണനയ്ക്കും 3 ഭാഗങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ദർ ഇസ് എ ബ്ലെസ്സിങ്. ഒന്നാമത് ഒരനുഗ്രഹം, ധന്യൻ. 2, there is a reason for the blessing. രണ്ടാമത്തെ കാര്യം, ആ ധന്യതയ്ക്ക് ഒരു കാരണമുണ്ട്. 3, നാം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ there is a reward for displaying that attitude. 3 കാര്യങ്ങളാണ്. Number 1, there is a blessing. Number 2, there is a specific reason for the blessing. Number 3, there is a reward for that blessed attitude. മലയാളത്തിൽ പറയാം. 1, ഭാഗ്യവാൻ. 2, എന്തുകൊണ്ടാണ് ഭാഗ്യവാനാകുന്നത്. 3, ആ ഭാഗ്യവാന് ഒരു പ്രതിഫലം, ഒരു അനുഗ്രഹം. ഈ 3 കാര്യങ്ങളാണ് ഈ ബിയാറ്റിറ്റ്യൂഡിലുള്ളത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദ റിവാർഡ് ഈസ് ദ കിങ്ഡം ഓഫ് ഹെവൻ. ദ ആറ്റിറ്റ്യൂഡ് for having or getting the reward is being poor in the spirit. And because God is the one who is going to give you this, you are blessed. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നാം ഈ ഭാഗം സത്യത്തിൽ അതിലെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയാമോ? അതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, the main theme is the kingdom of heaven. അതിൻ്റെ കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, 3-ാം വാക്യത്തിൽ ആരംഭിച്ച് 10-ാം വാക്യത്തിൽ ആ ബ്ലെസ്സഡ് സ്റ്റേറ്റ് അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പോർഷൻ പറയുമ്പോൾ, ആ 2 കാര്യങ്ങളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും theirs is the kingdom of heaven. Theirs is the kingdom of heaven. സ്വർഗരാജ്യം അവരുടേത്, അവർക്കുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട വിഷയം സ്വർഗരാജ്യം എന്നുള്ളത്, അല്ലെങ്കിൽ ദൈവരാജ്യം എന്നുള്ളത്. In fact, this passage is placed in the very context of the public ministry of Jesus, where he began his ministry by the announcement of the kingdom of heaven. ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം നമ്മൾ ശ്രദ്ധിച്ചാൽ, ദൈവരാജ്യത്തെ കുറിച്ച്, അല്ലെ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് തൻ്റെ പരസ്യമാകുന്ന ശുശ്രൂഷ ആരംഭിക്കുന്നത്. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 4 and verse 17, 4 verse 23. 2 ഭാഗങ്ങളൊന്ന് വായിച്ചോളൂ. 4-ന്റെ 17, 4-ന്റെ 23.
നോക്കുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. 4:23. രാജ്യത്തിന്റെ സുവിശേഷം ശ്രദ്ധിക്കണം. സോ ജീസസ് began preaching about the kingdom of heaven. എന്താണ് കിങ്ഡം ഓഫ് ഹെവൻ അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡ്? യേശു കർത്താവ് വിശേഷിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവ് മറ്റു സുവിശേഷങ്ങളിൽ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നതിന് പകരമായി മത്തായി സുവിശേഷത്തിലുമുണ്ട് കിങ്ഡം ഓഫ് ഗോഡ്. എന്നാൽ മത്തായി സുവിശേഷത്തിൽ പ്രധാനമായി കിങ്ഡം ഓഫ് ഹെവൻ എന്നാ പറയുന്നത്. അതിന്റെ കാരണം there is another kingdom in existence. മറ്റൊരു രാജ്യമുണ്ട്. ആ രാജ്യം ഭൗമികമായ രാജ്യമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവിനോട് പിശാച് കർത്താവിനെ പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷയൊക്കെ it was very much in the plan and purpose of God. Nothing happens to the Son of God without God's perfect will and plan. And if that is so about the Son of God, it is so about every child of God too. Nothing happens without God allowing it, God purposing it, God planning it. Nothing happens. ദൈവത്തിൻ്റെ അറിവും അനുവാദവും ദൈവത്തിൻ്റെ മുൻ നിർണയവും അനുസരിച്ചാണ് സകലവും സംഭവിക്കുന്നത്. നമ്മൾ വായിക്കുന്നത് സുവിശേഷത്തിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. മത്തായി സുവിശേഷത്തിൽ അങ്ങനെ തന്നെയാ എഴുതിയേക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, 4-ാം അധ്യായത്തിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന്. ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമായിരുന്നു. ആത്മാവ് നടത്തി എങ്ങോട്ട്? പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന്. അപ്പൊ ഈ പിശാച് ഒരു കാര്യം കർത്താവിനോട് ഓഫർ ചെയ്തു. എന്നാന്നറിയാമോ? ദ സ്പ്ലെൻഡർ ഓഫ് ദ കിങ്ഡം ഓഫ് എർത്ത്. ഏതാണെന്നറിയാമോ? ഈ ലോകത്തിൻ്റെ മഹത്വം. അപ്പോൾ there is a kingdom of earth. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പ്രത്യേകിച്ച് പറയുന്നത്. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്, അത് വിശദീകരിക്കാൻ ഇന്ന് ആവശ്യമില്ല, കാരണം നേരത്തെ ഒരു മീറ്റിങ്ങിൽ ഞാനത് പറഞ്ഞതാണ്. അപ്പോൾ കിങ്ഡം ഓഫ് ഹെവൻ ആൻഡ് കിങ്ഡം ഓഫ് എർത്ത്. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ he inaugurated the promised kingdom of heaven. പഴയ നിയമത്തിൽ ഒരു കിങ്ഡമിനെ കുറിച്ച് പ്രവചനമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു രാജാവ് നീതിയോടെ വാഴും. ആ വാഴ്ച, ആ ഭൗമ കിങ്ഡം അല്ലെങ്കിൽ അക്ഷരീകമാകുന്ന ആ കിങ്ഡം ഒരു ദിവസം വരും. അന്ന് ചെന്നായും കുഞ്ഞാടും ഒരുമിച്ചു മേയും. ഭൂമി മുഴുവൻ യഹോവയുടെ
സമാധാനം കൊണ്ട് സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ സമാധാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അക്ഷരീകമാകുന്ന ഒരു കിങ്ഡം ഇവിടെ വരും. എന്നാൽ ആ അക്ഷരീകമാകുന്ന കിങ്ഡം വരുന്നതിന് മുൻപേ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ പകലും രാത്രിയും ഒരുപോലെ രണ്ട് സമാന്തര രേഖകൾ പോലെ പോകുകയാണ്. ഒന്ന് ലോകത്തിന്റെ രാജത്വം, മറ്റൊന്ന് ദൈവത്തിന്റെ കിങ്ഡം. യേശു വന്ന് പ്രസംഗിച്ചത് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം. മനസ്സിലാകുന്നുണ്ടല്ലോ? ആ സ്വർഗരാജ്യം കർത്താവ് പറഞ്ഞു ഓൾറെഡി വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഹിയർ. സ്വർഗരാജ്യം വന്നു കഴിഞ്ഞു. സ്വർഗരാജ്യം ഇവിടെ ആയിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ഭക്ഷണവും പാനീയവുമല്ല സ്വർഗരാജ്യം, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. സോ ദ ബ്ലെസ്സിംഗ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ ഹാസ് ബിഗാൻ when the Lord the King has arrived. പക്ഷെങ്കിൽ കർത്താവിനെ ക്രൂശീകരിക്കുമ്പോൾ, at the crucifixion of our Lord, Pilate asked him, because they said he claims to be the king of the Jews, and Pilate asked him, are you the king of the Jews? മറുപടി, yes, I am. എന്നിട്ട് യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ഇപ്പോൾ എൻ്റെ രാജ്യം എന്തല്ല? ഐഹികമല്ല. സോ ദ കിങ്ഡം ഓഫ് ഗോഡ് ഓവർലാപ്സ് ദ കിങ്ഡം ഓഫ് എർത്ത്. ഈ കിങ്ഡം ഓഫ് എർത്തും ഈ കിങ്ഡം ഓഫ് ഹെവനും തമ്മിൽ ഒരു വലിയ ക്ലാഷാണ്. വലിയ ക്ലാഷ്. യേശു പറഞ്ഞു, സ്വർഗരാജ്യം വന്നിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. അപ്പോൾ ആ രാജ്യത്തിലേക്ക് പ്രവേശിപ്പാനും ആ പ്രവേശിച്ച ആത്മീക രാജ്യം അത് ഭൗമികമായി അക്ഷരീകമായി വരുമ്പോൾ അതിൽ ജീവിപ്പാനും പ്രാപ്തരായ സകല ദൈവമക്കളും they have to show forth these qualities, otherwise they are not kingdom citizens. യേശു അതാ പറയുന്നു. നമ്മൾ ഈ കാര്യം വരുന്ന ആഴ്ചകളിൽ തുടർന്ന് ചിന്തിക്കും. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി. കാക്കയെ പോലെ ഇരിക്കുന്ന ഒരു പക്ഷി, അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട, ഇവിടുത്തെ കാക്കകൾ പകുതി വെളുപ്പും പകുതി കറുപ്പുമാണ്. അപ്പം മഞ്ജു പറഞ്ഞു, അത് ചിലപ്പോൾ സായിപ്പിൻ്റെ കാക്കയായതുകൊണ്ടായിരിക്കും, വെസ്റ്റേൺ കാക്കയായതുകൊണ്ടായിരിക്കും. അപ്പം പിന്നെ നോക്കിയപ്പം
ഈ കാക്ക എന്ന് പറയുന്ന സംഭവം നല്ല മനോഹരമാകുന്ന മ്യൂസിക്കൊക്കെ പ്രൊവൈഡ് ചെയ്യും. അത് ഞാൻ പറഞ്ഞു, നോ, ദിസ് ഈസ് നോട്ട്, ഇത് കാക്കയൊന്നുമല്ല. പക്ഷെ പിന്നെ കാക്കയെ കണ്ടു. പക്ഷെ നമ്മുടെ നാട്ടിലെ കാക്കയുടെയും ഇവിടുത്തെ കാക്കയുടെയും സ്വരത്തിന് അല്പം ആക്സെൻറ്റിൻ്റെ ഡിഫറൻറ്റ് ആകാം, അല്പം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ബട്ട് ഹൗ ഡു യു മേക്ക് ഔട്ട് എ ബേർഡ് that it belongs to a certain species? ഒരു പക്ഷിയെ അത് ഒരു പ്രത്യേക വർഗത്തിൽപ്പെട്ടതാണെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒന്ന്, അതിൻ്റെ ഫെതേഴ്സ്. രണ്ട്, അതിൻ്റെ ശബ്ദം, ബിഹേവിയർ, ഇതെല്ലാം ഡിഫറെൻ്റ്. So how do you know a Christian? A Christian is a person who knows he is poor in spirit. A Christian is a person, therefore, he knows he is poor. He cries aloud to God, Lord, I cannot. Give me grace. Give me grace to live the kingdom life here. Therefore, he mourns to God. ധനസമ്പന്നരെ അവൻ വെറുതെ മടക്കി അയക്കും, എന്നാൽ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തും. സുവിശേഷം ആരോടാ പറഞ്ഞെന്നറിയാമോ? യേശു പറഞ്ഞു, ദരിദ്രന്മാരോട് സുവിശേഷം. The gospel is preached to the poor. ഏത് പൂവറാ? നമ്മൾ അടുത്ത ആഴ്ച അത് ചിന്തിക്കും. എന്താണ് ആ പോവർട്ടി? പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തിൻ്റെ എൻട്രൻസിന് ഈ പോവർട്ടി വേണം, അല്ലേ അവിടെ എൻ്റർ ചെയ്യാൻ പറ്റുകയില്ല. ഈ കർത്താവ് ഈ 5, 6, 7 അധ്യായങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാനത്തോട്ട് വരുമ്പോൾ അവിടെ 2 വാതിലുകളെക്കുറിച്ചും 2 വഴികളെക്കുറിച്ചും 2 ലക്ഷ്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ജീസസ് സ്പീക്സ് അബൌട്ട് 2 gates, 2 ways and 2 destinations. ഒന്ന് വിശാലമാകുന്ന വാതിൽ, മറ്റേത് ഇടുക്കമുള്ള വാതിൽ. ഒന്ന് വിശാലമാകുന്ന വഴി, മറ്റേത് ഇടുക്കമുള്ള വഴി. ഒന്ന് നിത്യനാശം, മറ്റേത് നിത്യജീവൻ. ഈ 2 വഴിയെ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇടുക്കമുള്ള വാതിലിലൂടെ പ്രവേശിച്ച് ഇടുക്കമുള്ള വഴിയെ നടക്കുന്ന ജീവനിലേക്ക് പോകുന്ന ഒരുവൻ, അവൻ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, അങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ ഈ ഇടുക്കമുള്ള വാതിലിലൂടെ കയറാൻ പറ്റും. വലിയ ബാഗേജും കൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റുകയില്ല, അത് ഉപേക്ഷിച്ചേ കയറാൻ പറ്റും. പിന്നെ ഇഫ് യു വാണ്ട് ടു മേക്ക് പ്രോഗ്രസ്, ഈ വഴിയെ നടക്കണമെങ്കിൽ ഈ വലിയ ഭാണ്ഡക്കെട്ടും കൊണ്ട് പോകാൻ പറ്റുകയില്ല, കാരണം അത് ഇടുക്കമുള്ളത്. സോ വെൻ യു ട്രാവൽ ത്രൂ ദ നാരോ റോഡ്, you will, if you have entered through the narrow gate, that is, ഇടുക്കുവാതിലൂടാണോ പ്രവേശിച്ചത് എങ്കിൽ you will realize that this is a road which is very difficult. So what do I do? When I take 2 steps forward, sometimes I go 4 steps backward. So what do I do? Lord, help me. Help me. കർത്താവേ, എനിക്ക് കഴിയില്ല.
he will always be poor until he reaches the destination. മനസ്സിലായോ? എൻ്റർ ചെയ്യണേ തന്നെ പോവർട്ടി വേണം. ഈ വഴിയെ ഇതെല്ലാം ഞാൻ വിശദീകരിക്കാൻ വരുന്ന ആഴ്ചയിൽ വളരെ പ്രാക്ടിക്കലായിട്ട് പറയാം കേട്ടോ, വളരെ കൃത്യമായിട്ട് പറയാം. കർത്താവ് എന്നെ ഈ ദൂത് ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ കൃപയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുമ്പം ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ മോൺ. കർത്താവ് പറയാ, കാരണം മോൺ ചെയ്യുന്നത് എന്താ? ലോർഡ്, ഐ നോ ഐ ഫെയിൽ യു മെനി ടൈംസ്. കർത്താവേ, ഞാൻ എത്ര നിസ്സാരനാണ്. എനിക്കൊരു ചെറിയ വിഷയത്തിൽ എനിക്ക് കഴിവില്ല കർത്താവേ. ഞാൻ എത്ര ശ്രമിച്ചാലും പറ്റുകയില്ല കർത്താവേ. ഐ നോ. പ്രിയപ്പെട്ടവരെ, ദൈവം നോക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവം നോക്കുന്നത് അതിൻ്റെ ആ പെർഫെക്ഷനിൽ എത്തിയോ എന്നുള്ളതല്ല. ദൈവം നോക്കുന്നത് ആ പെർഫെക്ഷൻ ആണോ നമ്മുടെ ലക്ഷ്യമെന്നുള്ളതാണ്. തമ്മിൽ വ്യത്യാസമുണ്ട്. ഇറ്റ് ഈസ് നോട്ട് പെർഫെക്ഷൻ that the Lord seeks. The Lord seeks whether you want to be perfect. കാരണം ദൈവത്തിൻ്റെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആ തിരുവചനം വായിച്ചപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് വായിച്ചത്. ഇതേ വേദഭാഗം അവിടെ പറഞ്ഞ ഇങ്ങനെയാ: be merciful even as your heavenly Father is merciful. എന്താ പറയുന്നത്? Be merciful even as your heavenly Father is merciful. ഞാൻ പറഞ്ഞു, അത് പറ്റുന്ന കാര്യമല്ല. We are all merciful, ഇല്ലേ? നമ്മളെല്ലാം മേഴ്സിഫുള്ളാണ്. ആരാ മേഴ്സിഫുൾ അല്ലാത്ത ഇവിടെ? നമ്മളെല്ലാം മേഴ്സിഫുള്ളാണ്. പക്ഷെ ഹെവൻലി ഫാദറിൻ്റെ മേഴ്സി ഏതാണെന്നറിയാമോ? അവിടെയാ വിഷയം. ഹെവൻലി ഫാദറിൻ്റെ മേഴ്സി, സോറി ഫോർ ദാറ്റ്. ഹെവൻലി ഫാദറിൻ്റെ മേഴ്സി, ഹി ഈസ് മേഴ്സിഫുൾ. കണ്ടില്ലേ, ഞാൻ നടക്കാതിരിക്കാൻ വേണ്ടി എന്നെ ഇവിടെ ബന്ധിച്ചിട്ടേക്കുക. He is merciful even to the evil and ungrateful. മനസ്സിലായോ? അൺഗ്രേറ്റ്ഫുള്ളിനോട് മേഴ്സിഫുൾ ആണ്. നമ്മുടെയൊക്കെ പ്രശ്നം എന്നാ? നമ്മൾ ചിലരോടൊക്കെ കരുണ തോന്നും, ഒരുത്തനെ സഹായിക്കും, അവൻ്റെ ദുഃഖത്തിൽ സഹായിക്കും. പിന്നെ അത് സഹായം കിട്ടിയ ആളും നമ്മളെ പോലൊക്കെ തന്നെയാണ്. നമ്മളെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ വലിയ കരുണ പ്രാപിക്കാറില്ലേ? പിന്നെ ഓർക്കുകയും ചെയ്യാറുണ്ടോ? ഓർക്കാറുണ്ടോ? പലപ്പോഴും ഓർക്കുകയില്ല. അപ്പം നമ്മളെപ്പോലെ തന്നെയാണ്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കരുണ എന്നറിയാമോ? That struck me that he is merciful to the ungrateful. I said, thank you Father, I am alive today because you are merciful to the ungrateful. I am in that company. ഞാൻ എവിടാ? അൺഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്ന കമ്പനിയിലാണ് ഞാൻ. Be merciful even as your heavenly Father is merciful. He is merciful to the ungrateful. ഓക്കെ, നന്ദി കെട്ടവനോട് അൺഗ്രേറ്റ്ഫുള്ളാ. വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതാ എനിക്ക് ഒട്ടും മനസ്സിലാകാൻ പറ്റാത്തത്. എന്നാന്നറിയാം? He is merciful to the evil and ungrateful.
സ്വർഗരാജ്യത്തിൻ്റെ മേഴ്സി ഏതാ? ഹാവിങ് മേഴ്സി ടുവേർഡ്സ് ദ ഈവിൾ ആൻഡ് അൺഗ്രേറ്റ്ഫുൾ. നന്ദി കെട്ടവരോട്, നന്ദി കാണിക്കാത്തവരോട്, ദുഷ്ടനോട് മേഴ്സിഫുൾ ആകുന്നതാണ് സ്വർഗസ്ഥനാകുന്ന പിതാവിൻ്റെ മേഴ്സി. ബൈബിൾ എന്നോട് പറയുക, ബി പെർഫെക്റ്റ് ഈവൻ ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. ഹിയർ ആം ഐ. ഞാനിവിടെ നിൽക്കുക. എവിടാ? എനിക്ക് മേഴ്സി, എന്നോട് ഫേവർ ചെയ്യുന്നവർ, അല്ലെ എന്നെ വലിയ ആളാണെന്ന് പറയുന്നവരോട് ഒക്കെ ഞാൻ മേഴ്സിഫുൾ. പക്ഷേ പിന്നെ വചനം പറയുന്നതുകൊണ്ട് ഉള്ളിലില്ലേലും ഓക്കെ പോട്ടെ. ഇതിൽ കൂടുതൽ മേഴ്സി നമുക്കുണ്ടോ? ഇതിൽ കൂടുതലുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഐ വാണ്ട് ടു സീ യു. കാരണം ഐ വാണ്ട് ടു ഹാവ് ദാറ്റ് സീക്രട്ട്. അതിൽ കൂടുതലുണ്ടോ? ഇല്ലെന്നാ എൻ്റെ അറിവ്. Should we not be mourning? Should we not be mourning? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മോൺ ചെയ്യും, ദുഃഖിക്കും. ലോർഡ്, ഐ നോ. ഇല്ലേ? എത്ര സെൽഫ് ഹെൽപ്പ് പുസ്തകം വായിച്ചതാ? ഭാര്യയെ സ്നേഹിക്കുന്നത് എങ്ങനെ, ഭർത്താവിനെ ബഹുമാനിക്കുന്നത് എങ്ങനെ. സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ ഒത്തിരിയുണ്ട്. അത് 1, 2, 3 എന്നെണ്ണം ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ച. പക്ഷെ പ്രശ്നം എന്നറിയാം, ഈ പ്രൊവോക്കേഷൻ വരുമ്പം ഒന്നാമത്തെ സ്റ്റെപ്പ് ഓർക്കത്തില്ല, രണ്ടാമത്തെ സ്റ്റെപ്പ് ഓർക്കില്ല. ഇവിടെ കുഴപ്പമില്ല. ഇന്ത്യയിലൊക്കെ ഞങ്ങൾ വാഹനം ഓടിക്കുമ്പം ഞാൻ എന്നും ഓർക്കും, വളരെ കൈൻഡായിരിക്കണം. പക്ഷെങ്കിൽ സാധ്യമല്ല. ഭയങ്കര പ്രശ്നമാണ്. നാച്ചുറലി എനിക്ക് വരുന്നത് എന്താ? അതാ. Should I not mourn? Should I not mourn? ഇല്ലേ? Should we not mourn? ദുഃഖിക്കണ്ടേ? കർത്താവേ, അവിടുത്തെ വചനം എന്നോട് ഇതാ പറയുന്നത്. പക്ഷെ ഐ ഫെയിൽ. ഒരു ദൈവവൈതൽ ആരെന്നറിയാം? ഹി ഈസ് നോട്ട് പെർഫെക്റ്റ്, ബട്ട് ഹി ഈസ് ഓൺ ദ വേ ടു പെർഫെക്ഷൻ. അതാ വ്യത്യാസം. ആ വഴിയില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇടുക്കമുള്ള വഴി കൂടെ തന്നെ. ഇന്ന് നമ്മൾ ഭയങ്കര മിടുക്കന്മാരാണ്. കർത്താവ് 2 വാതിൽ പറഞ്ഞുള്ളൂ. ചില വിരുദ്ധന്മാർ ഈ വിശാലമായ വാതിലിൻ്റെയും ഇടുക്കമുള്ള വാതിലിൻ്റെ ഇടയ്ക്ക് വേറൊരു വാതിൽ അങ്ങ് വെട്ടിയുണ്ടാക്കി. മിടുക്കന്മാരുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, വേണേൽ പറഞ്ഞുതരാം. നമ്മുടെ ആൾക്കാരൊക്കെ അവരെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് 2ൻ്റെ ഇടയ്ക്കൊരു വാതിൽ കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും തോന്നുകയില്ല. നോ, 2 കാര്യമേ ഉള്ളൂ. മോശെ അതാ പറഞ്ഞത്, ജീവനും മരണവും ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നു, ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഓൺലി 2 വാതിലും 2 വഴിയും 2 ഡെസ്റ്റിനേഷനുമേ ഉള്ളൂ. യേശു അതാ പറയുന്നത്. ഈ വാതിലിൽ കൂടെ കയറുമ്പോൾ തന്നെ ദാരിദ്ര്യത്തിലൂടെ കയറുന്നത്. കാരണം വെറും കൈയായിട്ട് ഞാൻ വരികയാണ്. സിംപ്ലി ടു ദൈ ക്രോസ് ഐ ക്ലിംഗ്, naked come to thee for dress, helpless come to thee for help, rock of ages cleft for me, let me hide myself in thee. പിളർന്നതായ പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. ആ പാട്ട് പാടുമ്പോൾ ഹീനൻ ഞാൻ നിൻ കൃപത, നഗ്നൻ ഞാൻ നിൻ വസ്ത്രന്ത, മ്ലേച്ഛനായി വരുന്നിത സ്വച്ഛനാക്ക രക്ഷക. യു എൻ്റർ ത്രൂ ദാറ്റ് ഡോർ. തീർന്നില്ല.
എൻ്റർ ചെയ്തതേ ഉള്ളൂ. പക്ഷെങ്കിൽ വാതിൽ മാത്രമല്ല, വഴിയും ഞെരുക്കമാണ്. കാരണം the demands of the kingdom is so high. രാജ്യത്തിൻ്റെ ആ ഡിമാൻഡ്സ് ഭയങ്കര ഉയരത്തില്ല. എനിക്കത് അറ്റൈൻ ചെയ്യാൻ ഒക്കെയല്ല. നോ വണ്ടർ ഞാൻ എന്തോ ചെയ്യും? ഞാൻ ദുഃഖിക്കും. അപ്പോൾ ഞാൻ ഫെയിലിയർ ആണെന്ന് എനിക്കറിയാമെങ്കിൽ പിന്നെ ഹം കിസി സെ കം നഹി എന്നാണോ ഞാൻ നടക്കുന്നത്? അല്ല. ഞാൻ ആരെക്കാളും മോശമൊന്നുമല്ല കേട്ടോ. അങ്ങനെ പറയാൻ പറ്റുമോ പ്രിയരെ? പറ്റുമോ? ഇല്ല. അതെന്നെ സൗമ്യനാക്കും. അത് നാച്ചുറൽ റിസൾട്ടാ. ദൈവരാജ്യത്തിലേക്ക് വന്നാൽ നാച്ചുറൽ റിസൾട്ടാ. ഐ വിൽ ബി ഹംബിൾ because I know how wicked I am. It is only because of God's mercy, God's grace എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? സൗമ്യത. പിന്നെ സൗമ്യതയായതുകൊണ്ട് ഞാനത്, കർത്താവേ എനിക്കില്ല, I don't have what it takes to live the kingdom life. I don't have. So give me. I hunger. അതാണ് മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. രാജ്യത്തിൻ്റെ നീതി ഞാൻ അന്വേഷിക്കാൻ തുടങ്ങും. ഐ വിൽ ബി ഹംഗ്രി. നോക്കിയേ, ഓരോന്നും നിങ്ങൾ അത് ദൈവം അനുവദിച്ചാൽ നമ്മളിത് ഓരോന്നും വിശദമായിട്ട് ചിന്തിക്കും. പിന്നെ നല്ലതിനൊരു ചൊല്ല്, ബാക്കി നിങ്ങൾ ചിന്തിച്ചു. ഈവൻ ആഫ്റ്റർ വി മെഡിറ്റേറ്റ് ഓൺ ദിസ്, if there is no true revival happening. So let us pray for a revival. Let's bow down our heads in prayer. I know സമയം അല്പം മുൻപോട്ട് കടന്നുപോയെന്ന് എനിക്കറിയാം. കർത്താവിനോട് അന്ന് അവർ പറഞ്ഞതുപോലെ തന്നെ ഇത് കഠിനവാക്കാന്നും നമുക്ക് തോന്നും. പക്ഷെങ്കിൽ ദിസ് ഈസ് ദ മെസ്സേജ് ഓഫ് ദ കിങ്ഡം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ടതാകുന്ന വചനം നമുക്ക്, as the choir come forward, കേട്ടതാകുന്ന തിരുവചനം നമുക്ക് ഉപകാരമായി വരട്ടെ. സഹോദരന്മാരെല്ലാവർക്കെങ്കിലും ഒരാൾക്ക് ചുരുക്കമായി ദൈവവചന കേൾവി നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒരാൾക്ക് പ്രാർത്ഥിക്കാം.